ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സച്ചിയുടെയും രേവതിയുടെയും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. ശ്രുതിയുടെ രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന നവീൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ശ്രുതിയെ പലവട്ടമായി ഭീഷണിപ്പെടുത്തുകയാണ്. അയാൾ അസുഖങ്ങളൊക്കെ മാറി ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വന്നിട്ട് ശ്രുതിയോട് പറയുകയാണ്, എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് നീയാണ്. നീ കാരണമാണ് എൻ്റെ ഭാര്യയും കുഞ്ഞും എന്നിൽ നിന്ന് അകന്നു പോയത്, അവർ പിണങ്ങിപ്പോയത്. തന്നെയല്ല, എൻ്റെ ജോലി നഷ്ടപ്പെടാനും കാരണം നീയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിനി പെട്ടെന്നൊരു ജോലിയൊന്നും നല്ല സ്ഥലത്ത് എനിക്ക് കിട്ടില്ല. ഞാൻ അപമാനിതനായി നിൽക്കുകയാണ് നീ കാരണം. അതുകൊണ്ട് എനിക്ക് എല്ലാ മാസവും ഒരു 50,000 രൂപ നീ തന്നിരിക്കണം. ഇല്ലെങ്കിൽ നിന്നെ പറ്റി അറിയാവുന്ന, അതായത് നിനക്കൊരു കുഞ്ഞുണ്ടെന്നും നിന്റെ പേര് ശ്രുതിയല്ല കല്യാണിയാണെന്നും നിനക്കൊരു അമ്മയുണ്ടെന്നും നീ പണക്കാരി പെണ്ണല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിന്റെ ഭർത്താവിന്റെ വീട്ടിലും നിന്റെ എല്ലാവരോടും ഞാൻ ഈ കാര്യം പറയും എന്ന് പറയുമ്പോൾ വല്ലാതെ പേടിച്ചു പോവുകയാണ് ശ്രുതി. അങ്ങനെ അയാളുടെ ഭീഷണിക്ക് വഴങ്ങി പലപ്പോഴായിട്ട് ശ്രുതി അയാൾക്ക് പണം കൊടുക്കുന്നുണ്ട്. 50,000 ഇല്ലെങ്കിലും ഒരു 20-30 ഒക്കെ വെച്ച് അവൾ പലവട്ടമായി കൊടുക്കുകയാണ്. അയാളാണെങ്കിൽ എല്ലാ മാസവും പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പോരാതെ നമ്മുടെ ശ്രുതിക്ക് ഊമക്കത്ത് അയക്കുകയും ചെയ്യുകയാണ്. പല ആൾക്കാരുടെ കയ്യിലായിട്ട് ഒരു കത്ത് ശ്രുതിക്ക് കൊടുക്കുകയാണ്. ശ്രുതി അത് വായിച്ചു നോക്കുമ്പോൾ നിന്റെ കൂടെ ഉള്ള ആൾ തന്നെയാണ് നിന്റെ ജീവിതത്തിന് നാശം എന്നൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുള്ള ഒരേ കത്തുകളാണ്. അത് കിട്ടുമ്പോൾ നമ്മുടെ ശ്രുതിയും ആകെ ഒന്ന് പേടിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെയും പണം ആവശ്യപ്പെടുമ്പോൾ ഒരു നിവൃത്തിയുമില്ല പണം കൊടുക്കാനായിട്ട്. അതേ സമയത്ത് മീരയുമായിട്ട് ഈ ഒരു കാര്യമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ശ്രുതി പറയുകയാണ്, എന്തായാലും അയാളുടെ ഈ ഒരു കാര്യം ഇല്ലാതാക്കണം, ഇല്ലെങ്കിലും എൻ്റെ ജീവിതം അയാൾ തകർക്കും. അതിനു വേണ്ടി എനിക്കൊരിടം വരെ പോകണം, നീ എൻ്റെ കൂടെ വരണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് മീരയോടായിട്ട്. അങ്ങനെ മീരയും ശ്രുതിയും കൂടി പോകുന്നത് വേറെ എവിടേക്കുമല്ല, ഒരു പലിശക്കാരനെ കാണാനാണ്. അതായത് ശ്രുതി അയാളുടെ കയ്യിൽ നിന്നും പണം പലിശയ്ക്ക് വാങ്ങിയിട്ടുണ്ട്, കടം വാങ്ങിയിട്ടുണ്ട്. അപ്പം അയാളുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അയാളാണെങ്കിൽ ഒരു ഇത്തിരി ഗുണ്ടാത്തരങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. ഇത്തിരി തട്ടിപ്പറിയും അങ്ങനെ തല്ലും കേസും അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്. മറ്റാരുമല്ല, നമ്മുടെ രേവതിയുടെ സഹോദരൻ ശരത്തിന്റെ കൂട്ടുകാരനാണ് ഇയാള്. അപ്പം ഇയാളുടെ അരികിലേക്ക് ഇവർ രണ്ടുപേരും ചെല്ലുകയാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, മേഡത്തിന് എന്താ വേണ്ടത്, പൈസ എത്രയാ വേണ്ടത്? കാരണം ശ്രുതിയെ പോലെയല്ല, കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവള് അടവുകളും കാര്യങ്ങളൊക്കെ കൃത്യമാണ് അവളുടെ. അതുകൊണ്ട് തന്നെ അവൾക്ക് പണം കൊടുക്കാൻ അയാൾ ഭയങ്കര ഉത്സാഹം കാണിക്കുന്നുണ്ട്. എത്രയാ വേണ്ടത് മേഡത്തിന് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ പണമല്ല ആവശ്യം, ഞാനൊരു കാര്യത്തിന് വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ തൻ്റെ പ്രശ്നങ്ങൾ തന്നെ ഒരാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പലവട്ടമായിട്ട് ഭീഷണിപ്പെടുത്തി തന്നിൽ നിന്നും പൈസ വാങ്ങിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ അതാരാണെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വെറുതെ ഒരാൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തില്ലല്ലോ, അതിനൊരു തക്കതായ കാരണം ഉണ്ടാകില്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ എന്തിനാ എന്നോട് ഈ ഒരു കാര്യം വന്ന് പറയുന്നത്? ഞങ്ങൾക്ക് പൈസ പലിശയ്ക്ക് കൊടുക്കുന്ന ഇടപാട് മാത്രമേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന കൊട്ടേഷൻ ടീമൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ നിന്നെ പറ്റി എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്തന്വേഷിച്ചിട്ട് തന്നെയാണ് വരുന്നത്. നീ എങ്ങനെയുള്ള ആളാണെന്നെല്ലാം എനിക്കറിയാം. അതുകൊണ്ട് ആ കളിയൊന്നും എന്നോട് വേണ്ട. നിനക്ക് ഞാൻ പറഞ്ഞത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ വീണ്ടും അയാള് എന്തിനാണ് അയാളെ തല്ലുന്നത്, എന്താവശ്യത്തിനാണ് അയാൾ, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നതെന്ന് കാരണം തിരക്കുമ്പോൾ ശ്രുതി പറയുകയാണ്, അങ്ങനെ എല്ലാ കാരണവും നിന്നോട് പറയാമെന്നുണ്ടെങ്കിൽ എനിക്ക് നിന്റെ അരികിലേക്ക് വരണ്ടല്ലോ. ഞാൻ വല്ല പോലീസ് സ്റ്റേഷനിലും പോയി കംപ്ലൈന്റ് കൊടുക്കല്ലായിരുന്നു, അവർ നോക്കിക്കൊള്ളുക ബാക്കി കാര്യം. എന്നെ പറ്റിയുള്ള കാര്യം എനിക്ക് ആരോടും പറയാൻ പറ്റാത്തത് കൊണ്ടല്ലേ രഹസ്യമായി നിന്നോട് ഞാൻ ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ ശരി ഓക്കെ എന്ന് പറയുകയാണ്. നിങ്ങൾ അയാളുടെ ഫോൺ നമ്പറും അതുപോലെ അയാളുടെ ഫോട്ടോയും എനിക്ക് അയച്ചിട് എന്ന് പറയുമ്പോൾ ശരി. അപ്പോൾ ഇനി അയാളെ കുറിച്ചുള്ള ആ ഒരു കാര്യം നിങ്ങൾ മറന്നേക്കുക, അയാൾ നിങ്ങളെ ശല്യം ചെയ്യില്ല എന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സമാധാനത്തോടു കൂടി ശ്രുതി തിരികെ വീട്ടിലേക്ക് വരികയാണ്. അതേ സമയത്ത് അയാള് നവീൻ എന്ന് പറയുന്ന ആള് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തുകയാണ്. ഒരു പൈസയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സ്ഥലമൊക്കെ പറഞ്ഞ് നവീൻ അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പൊ നവീൻ ചോദിക്കുകയാണ്, ആരാണ് എന്നെ ഫോൺ ചെയ്തത്, എന്തിനാണ് വരാൻ പറഞ്ഞത്, എന്തോ പൈസയുടെ കാര്യം പറയാനാണെന്നാണല്ലോ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് നവീൻ എത്തുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങളാണോ നവീൻ, നിങ്ങൾ ഈ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന പരിപാടി നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോ ആരാണ് ഇതൊക്കെ പറഞ്ഞത്, ഞാൻ അങ്ങനത്തെ ഒരാളൊന്നല്ല എന്നും പറഞ്ഞ് നവീൻ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ നവീന് നല്ല അടിയടിക്കുന്നുണ്ട്.
ആ ഗുണ്ട അങ്ങനെ നല്ല ഒരു വിധത്തിൽ കുറച്ച് അടിയൊക്കെ കൊടുക്കുമ്പോൾ അയാൾ നവീൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. അപ്പൊ ശ്രുതിയുടെ പേരൊന്നും പറയരുതെന്ന് ശ്രുതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രുതിക്ക് ഒട്ടും അയാൾ സാവകാശം പോലും കൊടുക്കില്ല. നേരെ സത്യങ്ങളൊക്കെ ശ്രുതിയോടൊക്കെ വിളിച്ച് പറയുന്ന അറിയാം. 2 കൊടുത്താൽ മാത്രം മതി എന്നാ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല അടിയടിച്ച് അങ്ങനെ നവീൻ റോട്ടിലേക്ക് ഓടിപ്പോവുകയാണ്. അങ്ങനെ റോട്ടിലും പുറകെയായിട്ട് ഇവരും ഓടുന്നുണ്ട്. ഇവനും ഒരുത്തനും കൂടിയുണ്ട്. അങ്ങനെ 2 പേര് ഓടിച്ചിടുകയാണ് നവീൻ പരമാവധി തന്റെ ജീവനും കൊണ്ട് ഓടിപ്പോവുകയാണ്. അങ്ങനെ ഒരു 2 വീലർ അങ്ങനെ ഓടിപ്പോകുമ്പോൾ ആ സമയത്ത് അതിലേക്കൂടെ ഒരു വയസ്സായിട്ടൊരു അമ്മാമ്മ വരികയാണ്. ആ അമ്മാമ്മയെ ഇടിച്ചിട്ടിട്ടാണ് നവീൻ പോകുന്നത്. അതേ സമയത്ത് പുറകെയായിട്ട് മറ്റൊരു 2 വീലറിൽ അവർ 2 പേരും ഉണ്ടായിരിക്കും. അങ്ങനെ ഈ അമ്മാമ്മയെ ഇടിച്ചിടുന്ന കാഴ്ച സച്ചി കാണുകയാണ്. സച്ചി ആ സമയത്ത് ആ റോഡിലുണ്ടായിരിക്കും. അപ്പോൾ സച്ചിയും കൂട്ടുകാരനും ഉണ്ടായിരിക്കും. അപ്പോൾ കൂട്ടുകാരനോട് ഈ അമ്മാമ്മയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എന്ന് കൂട്ടുകാരനോട് ആവശ്യപ്പെട്ടിട്ട് സച്ചി വേഗം നവീന്റെ പുറകെ വണ്ടിയും എടുത്ത് പോവുകയാണ്. അങ്ങനെ പോയി അവസാനം സച്ചിയുടെ കയ്യിൽ നവീൻ അകപ്പെടുന്നുണ്ട്. എന്നിട്ട് സച്ചി നവീനെ നല്ല അടിയടിക്കുന്നുണ്ട്. ഒരു വയസ്സായ സ്ത്രീയെ നീ ഇടിച്ചിട്ടിട്ട് പോവുകയാണോടാ എന്ന് ചോദിച്ചു. അതിനൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ നീ രക്ഷപ്പെടാന്ന് വിചാരിച്ചോ എന്നും പറഞ്ഞ് 4 ഇടി കൊടുത്തതിന് ശേഷമായിരിക്കും നവീന്റെ മുഖം കാണുന്നത്. എന്നിട്ട് പറയാണ്, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോടോ എന്ന് പറയാണ് സച്ചി. അപ്പോ പറയുന്നുണ്ട്, അത് നമ്മൾ തമ്മിൽ കാറിൽ ഒരു ദിവസം പരിചയപ്പെട്ടില്ല. അത് ശരി, ഇപ്പൊ മനസ്സിലായി എന്ന് കാരണം ശ്രുതിയുടെ കല്യാണത്തിന്റെ അന്ന് ശ്രുതിയെ പറ്റി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇവന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയതൊക്കെ അപ്പൊ സച്ചിക്ക് ഓർമ്മ വരികയാണ്. അങ്ങനെ സച്ചി അങ്ങനെ സംസാരിച്ച് ഇവർ തമ്മിൽ റോട്ടിൽ തല്ലും വഴക്കായിട്ട് നിൽക്കുന്ന കാഴ്ച കണ്ട് അവിടേക്ക് ഒരു പോലീസ് ജീപ്പും വരികയാണ്. അപ്പോ പോലീസ് വരുമ്പോൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ സച്ചി കാര്യം പറയുകയാണ്, ഇങ്ങനെ ഒരു വയസ്സായ സ്ത്രീയെ ഇയാൾ ഇടിച്ചിട്ടിട്ട് പോയി രക്ഷപ്പെടാൻ നോക്കുകയാണ് സാർ, ഞാൻ പിടിച്ചതാണെന്ന് പറയുമ്പോഴും പോലീസിന്റെ കൂടെ ഒരു കോൺസ്റ്റബിൾ ഉണ്ടാവും. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ശരിയാണ്, ഇപ്പൊ തന്നെ ഒരു ആക്സിഡന്റ് കേസ് നമ്മൾക്ക് വന്നിട്ടുണ്ട്, ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് തന്നെ, അത് ഇവനാണ് ഇടിച്ചിട്ടത് എന്ന് പറയുന്നുണ്ട്. വാടാ ഇവിടെ എന്ന് പറഞ്ഞിട്ട് നവീനെ പോലീസ് ജീപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. അതേ സമയത്ത് ശ്രുതി ഏർപ്പാടാക്കി ആ 2 ഗുണ്ടകൾ ഇതൊക്കെ തന്നെ മറഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്. അപ്പൊ സച്ചിയുടെ കയ്യിൽ ഇവര് എത്തിപ്പെട്ടതൊക്കെ അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്യും, അവരുടെ ഫോൺ എടുത്തിട്ട് ഈ പോലീസ് നവീനെ കൊണ്ടുപോകണ ആ ഒരു ചിത്രം എടുക്കുകയാണ്, ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ എന്തായാലും പോലീസ് നോക്കിക്കോളും, ശ്രുതി വിചാരിച്ചോളും നമ്മളാണ് കൈകാര്യം ചെയ്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ തിരികെ പോവുകയാണ്. സച്ചിയും സച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഗുണ്ടകളിൽ ഒരാള് ആ മെയിൻ ഗുണ്ടയോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ ആ ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഈ കൊട്ടേഷന് പൈസ ഒന്നും വാങ്ങിക്കാഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഈ സച്ചിയെ ഒരുപാട് ദേഷ്യമാണ് ഈ ഗുണ്ടയ്ക്ക്. അപ്പൊ പറയുന്നുണ്ട്, സച്ചിയുടെ ചേട്ടന്റെ പെണ്ണാണ് അത്, അതുകൊണ്ട് സച്ചിക്കെതിരെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമുക്ക് ഇവളോട് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ മതി, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കാതെ, നമ്മുടെ ഒരു ആയുധമാണ് അവൾ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഓ അത് ശരി എന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഫോട്ടോ എടുത്തത് നവീന് പോലീസ് കൊണ്ടുപോകുന്ന ആ ഫോട്ടോ ശ്രുതിക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ഗുണ്ട. അപ്പോൾ ശ്രുതിക്ക് ആ ഫോട്ടോ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഓ സമാധാനമായി, ഞാൻ പറഞ്ഞ കാര്യം അവരെന്തായാലും ഏറ്റെടുത്ത് നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്, ഇനി കുറച്ച് നാൾ അയാൾ ജയിലിൽ കിടന്നോളും, തനിക്ക് അവനെ കൊണ്ട് കുറച്ച് നാളേക്ക് ശല്യമൊന്നും ഉണ്ടാകില്ല എന്നുള്ള ആശ്വാസത്തിലും ശ്രുതി അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് ചെമ്പനീർപ്പൂവിൽ കാണാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.